പ്രിയപ്പെട്ടവരെ, സാഹിത്യാദി കലകൾ മുഖ്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയും മുടങ്ങാതെ പുറത്തിറങ്ങുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന WTP ലൈവ് അതിന്റെ 200 എന്ന ഓൺലൈൻ വെബ് എഡിഷൻ, അതിന്റെ 200ാം ഓൺലൈൻ വെബ് എഡിഷൻ പുറത്തിറക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വീഡിയോ ആണിത്. മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ 1928 പുറത്തിറങ്ങി. ഈ സിനിമ തന്നെ വ്യതിരിക്തത കൊണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു സംഭാവനയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായ കണ്ടൻ വെച്ച കോട്ട് 61 പുറത്തിറങ്ങി. 78 മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു പുറത്തിറങ്ങി. ഇങ്ങനെ സിനിമയെ സംബന്ധിച്ചിട്ടുള്ള സാങ്കേതികപരവും പ്രമേയപരവും രാഷ്ട്രീയ സാമൂഹികപരവും ഒക്കെയായ കാര്യത്തിൽ മറ്റേതു ഭാഷകളെക്കാളും മികച്ചു നിൽക്കുന്നത് ഇക്കാലത്തും എക്കാലത്തും മലയാള സിനിമയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമേതുമില്ല. ഇന്ത്യയിലെ പല ആദ്യവും സംഭവിച്ചത് മലയാളത്തിലായിരുന്നല്ലോ. എന്തിന്, ലോക സിനിമയിൽ പോലും ഏക വ്യക്തി അഭിനയിച്ച സിനിമയും മലയാളം തന്നെ. ഇന്ത്യയിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് ചിത്രമായി 1955 പുറത്തു വന്ന ന്യൂസ് പേപ്പർ ബോയ്, ആദ്യത്തെ ഇറോട്ടിക് സൈക്കിക് ത്രില്ലർ 1975 പുറത്തു വന്നു പുനർജന്മം, ആദ്യത്തെ 70mm പടയോട്ട സിനിമയായ പടയോട്ടം, 82 ആദ്യത്തെ 3D സിനിമ വന്നു. 2001 ഒരേ ഒരു നടൻ മാത്രമുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ചിത്രം ദി ഗാർഡ്. 82 ജിജോ പുന്നൂസ് സംവിധാനം ചെയ്ത ഇന്ത്യയിലെ 70mm ചിത്രമായ പടയോട്ടം വരുന്നത്. ജിജോ പുന്നൂസ് തന്നെയായിരുന്നു 84 പുറത്തിറങ്ങിയ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെയും സംവിധായകൻ. 93 കെ ശ്രീകുട്ടൻ സംവിധാനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ അനിമേഷൻ ചിത്രം ഓ ഫാബി വരികയുണ്ടായി. 2006 വി കെ പ്രകാശിന്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ മൂന്നാമതൊരാൾ വന്നു. 2010 സതീഷ് കളത്തിൽ മൊബൈൽ ഫോൺ ക്യാമറയിലൂടെ ചിത്രീകരിച്ച ലോകത്തിലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ പരീക്ഷണ ചിത്രമായിരിക്കും ജലച്ഛായ. അങ്ങനെ നന്ദഗോപന്റെ ഡ്രീംസ് ഓഫ് ആൻ ഓൾഡ് മാൻ, അതേപോലെ കരിന്തണ്ടനും ചങ്ങല മരവും, ഇങ്ങനെ കുറെ സിനിമകൾ ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും തന്നെ മലയാളത്തിൻ്റെതായിട്ടുള്ള സംഭാവനകളുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. 2023 സംബന്ധിച്ചിടത്തോളം കൊറോണാനന്തര മലയാള സിനിമാ വർഷം എന്ന് ലോക സിനിമയെ തന്നെ വിശേഷിപ്പിക്കുന്നതാണ് ഉചിതം. എല്ലാ മേഖലയിലും പിടിപെട്ട പാൻഡമിക് വൈറസ് മലയാള സിനിമയെ മാത്രമല്ല ലോക സിനിമയെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നല്ലോ. കൊറോണ കാലത്തെ മലയാള സിനിമകൾക്ക് സംഭവിച്ച ഒരു പ്രധാന മാറ്റം അതിന്റെ സ്ഥലപരവും കാലപരവുമായ പശ്ചാത്തലത്തിന്റെ മാറ്റമായിരുന്നു. അത് ഒരു വീട്ടോ ഹോട്ടലോ റിസപ്ഷനോ ഇതിന്റെ ചുറ്റുഭാഗമോ ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു സ്ഥലമായിട്ട്, അതും അതേപോലെ കാലം, ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ സംഭവിക്കുന്ന കഥകൾ സിനിമ സ്വീകരിക്കുകയും പ്രമേയപരവും സ്ഥലപരവുമായിട്ടും സിനിമ അതിജീവിക്കുകയും ചെയ്തു. മതിലുകളിലെ പെട്ടി, ടൈം ഓഫ് കൊറോണ, വാശി, ദി വൂൾഫ്, ഇഷ്ക്, കള, ജോലി, തിങ്കളാഴ്ച നല്ല ദിവസം, ഭീമന്റെ വഴി, തമാശ, കനകം, കാമിനി, കലഹം, ഇങ്ങനെ കുറെ സിനിമകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കൊറോണ കാലം ഏതാണ്ട് പൂർണ്ണമായി പിൻവാങ്ങുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ചിത്രീകരണത്തിന്റെ പരിമിതികൾ ഇല്ലാതായി. എന്നാൽ 2023 കഴിഞ്ഞ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചതായിരുന്നതില്ല. സിനിമകൾക്ക് പഴയതുപോലെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഒക്കെ കൂടിയെങ്കിലും സിനിമയുടെ പരാജയം 2013 ഇന്റർനെറ്റ് പരിധിയിൽ 408ഓളം സിനിമകളാണ് ഡിസംബറിന് മുന്നേ തന്നെ വന്നത്. 215ഓളം എണ്ണം തിയേറ്റർ റിലീസ് തന്നെ ഉണ്ടായി. എന്നാൽ ഈ വർഷം മലയാള സിനിമയുടെ ബിസിനസ് നഷ്ടം 300 കോടി എന്ന് നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ട്. സിനിമ വിജയിച്ച സിനിമകൾ എന്ന് പറയാൻ പറ്റാവുന്നത് 4 എണ്ണം മാത്രം. മുടക്കുമുതൽ തിരിച്ചു കിട്ടിയതായിട്ട് 20 ചിത്രങ്ങൾക്കും. ഇതൊക്കെ പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെയാണ്. സിനിമ എന്ത് പറഞ്ഞാലും ഇപ്പൊ 2018 കണ്ണൂർ സ്ക്വാഡ്, RDX, രോമാഞ്ച്, ഈ സിനിമകളൊക്കെ വിജയിച്ചുള്ളൂ എന്ന് പറയുന്നു. ഇത്രയും സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടും. അപ്പോ 20 സിനിമകൾ മാത്രമാണ് കഷ്ടിച്ച് കരകയറി എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ അവകാശപ്പെടാനുള്ള മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് 2023 ഇങ്ങനെ ഒരു നഷ്ടവർഷമായി മാറി എന്ന് സിനിമക്കാർ തന്നെ ആലോചിക്കേണ്ടതാണ്. എന്നാൽ ഈ മുടക്കുമുതൽ തിരിച്ചുപിടിച്ച ഈ സിനിമകൾ പോലും കണക്ക് പ്രകാരം അങ്ങനെ മുടക്കുമുതൽ പോലും കിട്ടിയിട്ടില്ല. സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ. മലയാള സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണ്? മലയാള സിനിമയുടെ ഭാഷ മാറുന്നു, സൂക്ഷ്മമായി മാറിയിരിക്കുന്നു. അതിന്റെ ഒരു ജൈവിക പരിസരം, കേരളം എന്ന് പറയുന്ന നാനാത്വം
പ്രാദേശികത്വത്തിലേക്ക് സിനിമ കുടിയേറുന്നു. സിനിമ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വയലൻസിന്റെ ആധിക്യം കൊറോണ കാലത്ത് ന്യൂ ജനറേഷൻ മലയാളി കുട്ടികൾ കണ്ടിരുന്ന കൊറിയൻ ഭാഷയിലെ സീരിയലുകളിൽ നിന്നും മറ്റും മലയാള സിനിമയിലേക്ക് അതിഭീകരമായ വയലൻസ് കുടിയേറിയിരിക്കുന്നു. ഏറിയും കുറഞ്ഞും ഇത് പല സിനിമകളിൽ നിങ്ങൾക്ക് കാണാം. RDX, നേര്, കണ്ണൂർ സ്ക്വാഡ്, ബ്രഹ്മയുഗം തുടങ്ങിയ സിനിമകളിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അതേപോലെ കോടതി സിനിമകളും മലയാളി സ്റ്റോറികൾ, പോലീസ് സ്റ്റോറികളും വർദ്ധിച്ചു വരുന്നു. ഒരു പക്ഷേ ഈ തരത്തിലുള്ള ഒരു സിനിമ അങ്ങനെ ക്ലിക്കായി കഴിഞ്ഞാൽ ഉടനെ മലയാള സിനിമ അതിന്റെ പിറകെ ട്രെൻഡ് ആയിട്ട് പായുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. എന്നാൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2023 വരാൻ പോകുന്ന കാലത്തിലേക്ക് മലയാള സിനിമ എന്ത് കരുതി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്ന് പറയാൻ പറ്റാവുന്ന ദരിദ്രമായിരുന്നു 2023 സിനിമ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ജയിലർ പോലുള്ള മെഗാ ഹിറ്റ് പടപ്പുകൾ. ഇത്തരത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ആന്തരിക ലോകത്തെയോ മനസ്സിന്റെ അന്തരാളങ്ങളെയോ അഭിമുഖീകരിക്കുന്നതോ ആക്ഷേപഹാസ്യപരമായതോ രാഷ്ട്രീയപരവും സാമൂഹിക വിമർശനാത്മകപരവും പ്രണയത്തിന്റെയും അടുപ്പത്തിന്റെയും ലോലമായ സങ്കീർണമായ ഇഴയടുപ്പങ്ങൾ ചിത്രീകരിക്കുന്നതോ മനുഷ്യനെ പ്രണയിപ്പിക്കാൻ പഠിപ്പിക്കുന്നതോ അങ്ങനെയുള്ള പ്രമേയങ്ങളും അന്തരീക്ഷങ്ങളും കാവ്യാത്മകമായ സൃഷ്ടികളും മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതായ വർഷമായിരുന്നു 2023 എന്ന് സങ്കടത്തോടെ പറയേണ്ടതുണ്ട്. എന്നാൽ 2024 മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പ്രേമലു, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ സിനിമകൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കോവിഡാനന്തര മലയാള സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അടുത്ത കാലത്ത് ഇറങ്ങിയ മലയാള സിനിമകൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വിശേഷിച്ചും ഫെമിനിസത്തിന്റെ ബാധ കയറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സിനിമ അടിസ്ഥാനപരമായി ഫീച്ചർ ഫിക്ഷൻ വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന കാര്യം മറന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെയും രാഷ്ട്രീയത്തിന്റെയും മുദ്രാവാക്യപ്രായമായ ലേഖന സ്വഭാവത്തിലേക്ക് അത് പലയിടത്തും വഴിമാറുന്നു. ഏറ്റവും പുതിയ മലയാള സിനിമകൾ എന്ന നിലക്ക് ആട്ടം, വാലിബൻ, ഭ്രമയുഗം, കാതൽ തുടങ്ങിയവയിൽ ഇത് നിങ്ങൾക്ക് കാണാം. പുരുഷന്മാരെല്ലാം പീഡകരും വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരുമാണ് എന്ന സന്ദേശം നൽകാനെന്നോളം ആട്ടം സ്ത്രീപക്ഷ രാഷ്ട്രീയം കൃത്രിമമായി ഉൾച്ചേർത്തതും അധികാരം ദുഷിപ്പിക്കും തുടങ്ങിയ മുദ്രാവാക്യം വിളികളും സംഭാഷണങ്ങളും സിനിമയ്ക്ക് അതിന്റെ ഫീച്ചർ സ്വഭാവത്തിന്, ഫിക്ഷൻ സ്വഭാവത്തിന് ദോഷം ചെയ്യുന്നതും ഭ്രമയുഗം പോലെയുള്ള അടുത്തിറങ്ങിയ സിനിമകൾ ദോഷം ചെയ്യുന്നതും ഇതിനൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സിനിമ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അനുഭൂതി ജീവിതമാണ്. അതേപോലെ ഇടയ്ക്കുണ്ടായ ഒരു വിവാദമായിരുന്നു വാലിബാൻ വിവാദം. ലാലേട്ടൻ ഫാൻസ് തള്ളിക്കളഞ്ഞതുകൊണ്ട് സിനിമയിലെ ബുദ്ധിജീവികൾ എന്ന് വിചാരിക്കുന്ന സിനിമാ നിരൂപകർ, ഭരണകൂട ന്യായീകരണ ബുദ്ധിജീവികൾ, ഇവർ സിനിമയ്ക്ക് അനുകൂലമായി നിന്നതുകൊണ്ട് സിനിമയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് തന്നെ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയപരവും കലാപരവുമായി സിനിമ എടുക്കുക എന്ന രണ്ട് ഓപ്ഷനിൽ ഒന്ന് തിരഞ്ഞെടുക്കാനേ പറ്റും. മാസ് സിനിമ എടുക്കാൻ അറിയുന്നവർ അത് ചെയ്യുക, അല്ലാത്തവർ ആ സിനിമ എടുക്കാതിരിക്കുക. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കലാസിനിമ, സമാന്തര സിനിമ, അല്ലാത്ത സിനിമ എന്നുള്ള അകലം ഏതാണ്ട് ഇല്ലാതായ ഒരു കാലം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ ഇല്ലാതായ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഭ്രമയുഗം പോലെയുള്ള സിനിമകൾക്ക് ആളുകൾ ഇടിച്ച് തിയേറ്ററിൽ കയറുന്നു. ഒരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, വിധേയൻ, ബ്രഹ്മരക്ഷസ്, ജുറാസിക് പാർക്ക്, അഥർവം തുടങ്ങിയ ചില സിനിമകളുടെ ഗതാനുഗതികമായ ആവർത്തനങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും സിനിമ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഭൂതകാലം ചെയ്ത സംവിധായകൻ ചെയ്ത ഒരു സിനിമ എന്ന നിലക്ക് ആ സിനിമ മികച്ച ഒന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. എന്നാൽ നല്ല സിനിമകൾ എടുത്താൽ ഇപ്പോഴും പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് കയറും എന്നതിന്റെ ഉദാഹരണമാണ് പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തു, ഭ്രമയുഗം തുടങ്ങി 2024 പ്രതീക്ഷ നൽകുന്നത് എന്നുള്ളത് യാതൊരു സംശയവും എനിക്കില്ല. മലയാള സിനിമ അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും സാഹിത്യപരമായും നിലപാടുപരമായിട്ടും ഒക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഭാഷയാണ് മലയാളം, മികച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തതുകൊണ്ട് തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ എക്കാലത്തും അതിന്റെ നിലവാരം സൂക്ഷിക്കും. ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന
ഒരു ടോട്ടാലിറ്റിയിൽ, ഒരു ദേശീയതയിൽ കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവോ അതേപോലെ കേരളീയന്റെ ഭാഷയും അവന്റെ ഭാഷ ഉൽപ്പാദിപ്പിച്ച സംസ്കാരവും സാഹിത്യവും കലയും അവന്റെ കാണിയും വ്യതിരിക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലമോ സംസ്കാരമോ കലയോ ഒക്കെയായി മലയാളം അതിജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.